ഹലോ, വെൽക്കം ടു ഫെയറി ഗാർഡൻ. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ആദ്യ ഭാഗം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം ഡെക്കോർ ലൈറ്റാണ്. ഒരു ടേബിൾ ലാമ്പ് എന്നോ അല്ലെങ്കിൽ ഹാങ്ങിങ് ലൈറ്റ് എന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസിനൊക്കെ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. ഒന്നുകിൽ എൻ്റെ കയ്യിൽ ആ ഐറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല, ആ വീഡിയോയിൽ പറയുന്ന ഐറ്റംസ് ഒന്നും ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ഉണ്ടായാൽ തന്നെ അത് ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോബ്ലം വന്ന് ആ ഒരു വീഡിയോസ് സ്കിപ്പ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷെ എല്ലാം ഒത്തു വന്നൊരു വീഡിയോ ഞാൻ കണ്ടത് 2 ദിവസം മുമ്പ് പിൻട്രസ്റ്റ് വെറുതെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ്. ആദ്യം വിചാരിച്ചു ഇത് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ചു എന്തായാലും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണം, അപ്പോൾ പിന്നെ ഇതന്നെ ആവാമെന്ന് കണ്ടപ്പോൾ കുറച്ച് ഈസി ആയിട്ടും തോന്നി. അതുപോലെ അതിന് വേണ്ടുന്ന സാധനങ്ങൾ അത്രയും നമ്മുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഉള്ള സാധനങ്ങളാണ്. അതായത് ഒരു ഉപയോഗിക്കാതെ നമ്മൾ യൂസ് ചെയ്യാത്ത ഒരു വാട്ടർ ബോട്ടിലും 2 ചാർട്ട് പേപ്പറും 2 ഡിഫറെൻറ്റ് കളറിലുള്ള ചാർട്ട് പേപ്പറും പിന്നെ ഗമ്മും. ഈ 3 കാര്യങ്ങൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് എന്തായാലും ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. പക്ഷേ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും പൊളിയായിട്ടുള്ള ഐറ്റാണത്. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അത്യാവശ്യമായിട്ട് വലിയ ക്ഷമയും അതുപോലെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല ഇത്. പക്ഷേ കുറച്ചൊരു ക്ഷമ വേണം. ക്ഷമ വേണം വേണ്ടാന്നല്ല, ക്ഷമ വേണം. പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. ഈ ഒരു ട്രേസ് എടുത്തിട്ട് ഈ ഒരു ബട്ടർഫ്ലൈ വരക്കുന്നതും അതുപോലെ അതൊരു 3D എഫക്റ്റിൽ മുറിക്കുന്നതും അതുപോലെ മറ്റൊരു പേപ്പറിലൊരു ബട്ടർഫ്ലൈ മുറിച്ചെടുക്കലും ഇതിൻ്റെ മുകളിൽ ഗം ചെയ്ത് വെക്കലൊക്കെയാണ് കുറച്ചൊരു ക്ഷമ വേണ്ടുന്ന പരിപാടി. ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ തന്നെ സംഭവം ഒരു ഫിനിഷിങ് പോയിന്റിൽ എത്തിയെന്ന് തന്നെ പറയാം. പിന്നെ ഈ ഒരു പേപ്പർ എടുത്ത് ആ ഒരു ബോട്ടിലിൻ്റെ മുകളിൽ കവർ ചെയ്യേ വേണ്ടുപോലും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ റിസൾട്ട് വളരെ സാറ്റിസ്ഫൈയിങ് ആയിരിക്കും. എനിക്കായിരുന്നു, അപ്പോൾ നിങ്ങൾക്കും ആവാൻ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങളൊന്ന് ആക്കി നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെങ്ങായിട്ടാണ് വേണമെങ്കിൽ നമുക്ക് കയ്യിൽ എന്തെങ്കിലും ഒരു ചിരട് ഇല്ലാണ്ടിരിക്കില്ല, ആരടിക്കും ചിരടോ കയറോ എന്തെങ്കിലും ഒരു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പണ്ടത്തെ ഒരു തടിച്ച കയറുണ്ടല്ലോ, ചൂടി അങ്ങനെ എന്താണ് അതിന് ഇവിടെ പറയുക, ആ ഒരു കയറുണ്ടെങ്കിൽ അതും ബെസ്റ്റാണ്. അതെടുത്തിട്ട് നമ്മുടെ ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ 2 സൈഡ് ഹോൾസ് ഇട്ട് കൊടുക്കുക. ചാർട്ട് പേപ്പറിൻ്റെ മുകളിലും ഇട്ട് കൊടുക്കാം. പക്ഷെ അത് ഞാൻ അങ്ങനെ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആണല്ലോ എല്ലാം വേണ്ടത്. അപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ അത് കീറിപ്പോവാൻ ചാൻസ് ഉണ്ട്. അത് ചാർട്ട് പേപ്പറൊക്കെ ഇപ്പോഴത്തെ ചാർട്ട് പേപ്പറൊക്കെ കണക്കാണ്. പണ്ടത്തെ പോലെ നല്ല അത്ര കട്ടിയുള്ള ചാർട്ട് പേപ്പർ അല്ല ഇപ്പം. അപ്പം വേഗം കീറിപ്പോവും. അതുകൊണ്ട് നമ്മുടെ വാട്ടർ ബോട്ടിലിൻ്റെ മുകളിൽ തന്നെ 2 ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് ഈ ഒരു കയറ് കടത്തി വിട്ടതിന് ശേഷം മുകളിലൊരു നല്ല കെട്ടിട്ട് കൊടുത്താൽ ഹാങ്ങിങ് ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ എടുക്കുമ്പം ലൈറ്റ് ഷെയ്ഡുള്ള ഒരു കളർ പേപ്പർ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഡാർക്കായിട്ടുള്ള കളർ പേപ്പർ ആകുമ്പോൾ ഈ ഒരു നമ്മുടെ ലൈറ്റിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് പുറത്ത് കാണില്ല. ആ ഒരു ഡാർക്ക് തീമാകുമ്പോൾ നമ്മൾക്ക് പൊതുവെ അങ്ങനെയാണല്ലോ, ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മുടെ മെയിൻ സംഭവത്തിൻ്റെ ആ ഒരു ബ്രൈറ്റ്നെസ് അത് അവിടെ പിടിച്ചു വെക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എടുക്കുമ്പം ലൈറ്റ് ഷെയ്ഡായിട്ടുള്ള ഒരു കളർ പേപ്പർ എടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ചാർട്ട് പേപ്പർ എടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള കളർ പേപ്പറാണ്, പക്ഷെ ഞാൻ ചാർട്ട് പേപ്പറാണ് കൂടുതലും പറഞ്ഞത്. കാരണം അതാവുമ്പം നമ്മൾ ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ മുകളിൽ കവർ ചെയ്ത് വെക്കുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് നിൽക്കും. എനിക്ക് ആ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി. ഞാനിവിടെ കളർ പേപ്പറാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കവർ ചെയ്ത് ഗം ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഫിനിഷിങ് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നല്ലൊരു കട്ടിയുള്ള സാധനം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോലെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണമെങ്കിൽ ചാർട്ട് പേപ്പർ തന്നെയാണ് എടുക്കേണ്ടത്. അതാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് ചാർട്ട് പേപ്പർ എന്ന് പറഞ്ഞത്. അപ്പം ഞാനിവിടെ ഒരു ലൈറ്റ് പിങ്കും അതുപോലെ യെല്ലോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പക്ഷേ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ലൈറ്റ് ഷെയ്ഡ് എടുക്കാൻ നോക്കാം. വൈറ്റ് എടുക്കാൻ തോന്നും. വൈറ്റും അതിന് മുകളിൽ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളർ അങ്ങനെയായിട്ട് എടുത്താലും നല്ല ഭംഗിയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈ മുറിച്ചെടുക്കുക. ട്രേസ് എടുത്തിട്ട്
നമ്മളെടുത്ത രണ്ടാമത്തെ ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, അതിൽ ഈ ഒരു ആദ്യം നമ്മൾ ചാർട്ട് പേപ്പറിൽ വരച്ച് മുറിച്ച് ഹാഫ് കട്ട് ചെയ്തതിനേക്കാളും കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുള്ള ബട്ടർഫ്ലൈയോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ലവോ വേറെ എന്തെങ്കിലുമൊക്കെ തീം എടുക്കാം കേട്ടോ. ഞാനിപ്പം ആ ഒരു വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ആക്കുന്നത് കൊണ്ടാണ് ഞാൻ ബട്ടർഫ്ലൈ എടുത്തത്. പിന്നെയാണ് എനിക്ക് തോന്നിയത് ലവ് ആക്കിയാൽ കുറച്ചുകൂടി ഈസി ആവട്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. കാരണം ഈ ഒരു പണിയില്ല, ഈ ഒരു ബട്ടർഫ്ലൈ വരച്ച് മുറിച്ചെടുക്കേണ്ട പണി അതിനില്ലല്ലോ. ലവ് ആകുമ്പോൾ നമുക്ക് വേഗത്തിൽ അങ്ങ് കട്ട് ചെയ്യാൻ പറ്റുന്ന ആണല്ലോ. പിന്നെയാണ് ഞാനത് ചിന്തിച്ചത്. പിന്നെ ആക്കി കഴിഞ്ഞത് പിന്നെ ഫുള്ളാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് അങ്ങ് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു കുഞ്ഞു ബട്ടർഫ്ലൈയും കൂടി വരച്ചിട്ട് അതിന് മുകളിൽ വെച്ച് കൊടുക്കുക. അത് നിങ്ങൾ ലവ് ആണെങ്കിൽ ഒരു കുഞ്ഞു ലവ്, അതിനേക്കാൾ ചെറിയൊരു കുഞ്ഞു ലവ് എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഗം ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത്രയും ചെയ്താൽ തന്നെ നമ്മൾ ഫിനിഷിങ് പോയിൻറ്റിലെത്തി. ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ഹാഫ് പോർഷനായിട്ട് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ മുകളിൽ ഈ ഒരു പേപ്പർ കവർ ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ആ വാട്ടർ ബോട്ടിലിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ കവർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു സ്ട്രിങ് ലൈറ്റ്, നിങ്ങളുടെ കയ്യിൽ ഏത് ലൈറ്റാണ് ഉള്ളത് അത് ഈ ഒരു വാട്ടർ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതുകൂടി കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. എനിക്കിതിൻ്റെ ഔട്ട്ലുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.